ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ ശമൂവേൽ ബാലനെക്കുറിച്ചുള്ള 9 പ്രത്യേകതകൾ ഇതിനോടകം നാം ചിന്തിച്ചു കഴിഞ്ഞു. 9-ാമത്തേതായിട്ട് നാം ഓർത്തു നിർത്തിയത് 19-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹോവയുടെ സന്നിധിയിൽ വളർന്നവനാണ് ശമൂവേൽ എന്നുള്ള വിഷയത്തെക്കുറിച്ച്. തുടർന്ന് നാം ചിന്തിക്കുന്നതിന് മുൻപ് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങേ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 44-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശമൂവേൽ ബാലൻ്റെ 10-ാമത്തെ പ്രത്യേകത 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ശമൂവേലിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ് ആ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. നമുക്കറിയാം, സന്തോഷ സമയങ്ങളിൽ മാത്രമല്ല, സന്താപ സമയങ്ങളിൽ, എന്തിനധികം പറയുന്നു, മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് കാരാഗ്രഹങ്ങളിൽ കിടക്കുമ്പോൾ പോലും തൻ്റെ മക്കളോടുകൂടെ ഇരിക്കുന്ന ദൈവത്തെ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് യോസഫിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, അവൻ പൊത്തിഫേറിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ, കാരാഗ്രഹത്തിലായിരുന്നപ്പോഴൊക്കെ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് ഒരു വിശ്വാസിക്ക് പറയുവാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ ധന്യമായിട്ടുള്ള, ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ വേറെ ഇല്ല എന്ന് പറയാൻ കഴിയും. മനുഷ്യർ കൂടെ ഇല്ലെങ്കിലും ദൈവം എന്നോടൊപ്പമുണ്ട്. ഞാൻ കർത്താവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ദൈവത്തിൻ്റെ കരം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം എന്നെ നടത്തുന്നു, അവിടുന്ന് എന്നോടൊപ്പമുണ്ട് എന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞാൽ അതെത്ര ധന്യമായിട്ടുള്ള സ്ഥിതിയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ശമൂവേലിനോടൊപ്പം ദൈവമുണ്ടായിരുന്നുവെന്നതിന് 2 പ്രത്യക്ഷ തെളിവുകൾ നമുക്ക് ഇതേ ഭാഗത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 19-ാം വാക്യം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ശമൂവേലിനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല എന്ന്. ഇത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ശമൂവേൽ പ്രവാചകനായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ ഒരു പ്രവാചകനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്ന വസ്തുതയും ഇതുതന്നെയാണെന്നും അത് ശമൂവേലിൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടുവെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം ശ്രദ്ധിച്ചാലും, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയം കൃത്യമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ഇവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു പ്രവാചകൻ സംസാരിക്കുന്ന വിഷയം, അതും ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന വിഷയം ഒത്തുവരാതിരുന്നാൽ അവൻ കള്ളപ്രവാചകനാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇതാ കാണുവാൻ കഴിയുന്നത്, ശമൂവേൽ ബാലൻ അവൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ അതൊന്നും നിഷ്ഫലമായി പോകുവാൻ ദൈവം ഇടവരുത്തിയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പമുള്ള നടപ്പിൽ നാം ചെയ്യുന്നത് നിഷ്ഫലമാകുവാൻ ദൈവം ഇടയാക്കുകയില്ല. നമ്മുടെ പ്രവൃത്തികളോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാകും. നാം പറയുന്ന വാക്കുകളിൽ ദൈവകൃപയും അത് ദൈവാത്മ നിറവിനാലും ആയിത്തീരും. സ്വർഗത്തിലെ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് പറയാനായിട്ട്
നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടായത് എത്ര വലിയ അനുഗ്രഹമാണ്. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിനായി ക്രമീകരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം ശമൂവേൽ ബാലനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവ് 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. ഒരു വലിയ മേഖല മുഴുവൻ ശമൂവേൽ യഹോവയുടെ പ്രവാചകനെന്ന് ഗ്രഹിച്ചു അഥവാ മനസ്സിലാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ശമൂവേലിനോടൊപ്പം ഉണ്ടെന്നും ശമൂവേൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനാണെന്നും ദൈവജനമായ ഇസ്രായേലിന് ബോധ്യം വരത്തക്കവണ്ണം ദൈവം തൻ്റെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു, അനുഗ്രഹിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പം ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മെ ദൈവം വിശ്വസ്തരായിട്ടുള്ള ശുശ്രൂഷകന്മാരായി, വിശ്വസ്തരായിട്ടുള്ള ദൈവമക്കളായി ലോകത്തിൻ്റെ മുൻപാകെ, മറ്റുള്ളവരുടെ മുൻപാകെ, ദൈവജനത്തിൻ്റെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം നമുക്ക് നടക്കാം. കർത്താവ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വലിയ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരത്തക്ക നിലയിൽ നമ്മുടെ ജീവിതങ്ങൾ ദൈവം മുൻപാകെ പരിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അതിനായിട്ട് ഈ ലഘു സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.